ഇഴഞ്ഞു നീങ്ങി റോഡ് നവീകരണം, ദുരിതം പേറി പൊതുജനം. കുണ്ടറ പള്ളിമുക്ക് മുളവന റോഡിന്റെ നവീകരണം ആരംഭിച്ചതോടെ പൊടിശല്യവും രൂക്ഷമാണ്. വർഷങ്ങളായി മുടങ്ങിക്കിടന്ന റോഡ് നവീകരണം ആഴ്ചകൾക്ക് മുൻപാണ് പുനരാരംഭിച്ചത്. 10 ദിവസത്തിനുള്ളിൽ റോഡിന്റെ ടാറിംഗ് ജോലികൾ ആരംഭിക്കുമെന്ന് MLAക്ക് ഉദ്യോഗസ്ഥർ ഉറപ്പ് നൽകിയിട്ടുണ്ട്. 6 വർഷം മുമ്പ് നിർമ്മാണം ആരംഭിച്ച റോഡാണിത്. കരാറിൽ വീഴ്ച വരുത്തിയ ആദ്യ കരാറുകാരനെ നീക്കം ചെയ്തിരുന്നു. വീണ്ടും നീണ്ട കാത്തിരിപ്പിനൊടുവിൽ പുതിയ കരാറുകാരൻ തൊഴിൽ ഏറ്റെടുത്തു. എന്നാൽ റോഡിന്റെ നിർമ്മാണം പിന്നെയും വൈകി. ആഴ്ചകൾക്ക് മുൻപ് റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുനരാരംഭിച്ചു. നിലവിൽ വീണ്ടും നിർമ്മാണം ഇഴഞ്ഞു നീങ്ങുകയാണ്. മെറ്റിൽ നിരത്തി ലെവൽ ചെയ്യുക മാത്രമാണ് നിലവിൽ നടന്നിട്ടുള്ള ഏക ജോലി. ഇതോടെ കാൽനട യാത്ര പോലും ഏറെ ദുസ്സഹമാണ്. പൊടിശല്യവും രൂക്ഷമാകുന്നതായി നാട്ടുകാർ പറയുന്നു. റോഡിൽ മെറ്റിൽ നിരത്തിയ ശേഷം കൃത്യമായി ജലം തളിക്കാത്തത് പൊടിശല്യം രൂക്ഷമാകാൻ കാരണമാകുന്നുണ്ട്. ഇത് വലിയ തോതിലുള്ള പ്രതിഷേധത്തിന് ഇടയാക്കിയിട്ടുമുണ്ട്. കുണ്ടറ MLA PC വിഷ്ണുനാഥിന്റെ നേതൃത്വത്തിൽ റോഡ് നവീകരണവുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ അടിയന്തര യോഗവും കഴിഞ്ഞ ദിവസം ചേർന്നിരുന്നു. 10 ദിവസത്തിനുള്ളിൽ ടാറിംഗ് ജോലികൾ ആരംഭിക്കുമെന്ന് ഉദ്യോഗസ്ഥർ MLAക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഈ പള്ളിമുക്ക് റോഡ് വർഷങ്ങളായി അതിൻ്റെ നിർമ്മാണം പ്രതിസന്ധിയിലായിരുന്നു. 4 വർഷത്തിന് മുകളിലായി പ്രവൃത്തി ഏറ്റെടുത്തവർ അത് ചെയ്യാതെ വന്ന സാഹചര്യത്തിൽ നമ്മൾ ഗവൺമെൻറ്റിനോട് അഭ്യർത്ഥിച്ചിട്ടാണ് ആ ആദ്യത്തെ കരാറുകാരെ കരാറിൽ നിന്നും ടെർമിനേറ്റ് ചെയ്ത് വീണ്ടും റീടെൻഡർ ചെയ്ത് ആ റോഡ് നിർമ്മാണത്തിൻ്റെ പ്രതിസന്ധി നമ്മൾ താൽക്കാലികമായി പരിഹരിച്ചത്. ആ ചെറിയ സമയത്തിനിടയിൽ ഗതാഗത യോഗ്യമാക്കുന്നതിന് വേണ്ടിയിട്ട് മെയിൻ്റനൻസിന് കുറച്ച് പൈസ അനുവദിച്ച് 1 വർഷത്തിന് മുമ്പ് ആ റോഡ് മെയിൻ്റനൻസ് ചെയ്യുകയും ചെയ്തിരുന്നു. ഇപ്പോൾ വീണ്ടും ആ വർക്ക് നമ്മൾ റീടെൻഡർ ചെയ്ത് പുതിയ കരാറുകാർ ആംകോ ഇൻഫ്രാ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞ പുതിയ കരാറുകാർ എഗ്രിമെൻ്റ് വെച്ച് ആ പ്രവൃത്തി ഇപ്പോൾ ആരംഭിച്ചു. ഇപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ ഓഫീസിൽ KRFB ഉദ്യോഗസ്ഥന്മാരെയും കരാർ കമ്പനി പ്രതിനിധികളെയും മീറ്റിംഗ് അടിയന്തരമായി വിളിച്ചിരുന്നു. കാരണം ജനങ്ങൾ വലിയ തോതിൽ ദുരിതം അനുഭവിക്കുകയാണ്. കുറേ വർഷങ്ങളായി ആ റോഡ് ഈ ഗതാഗത പ്രശ്നം കാരണം ആളുകൾ പ്രയാസം അനുഭവിക്കുന്ന റോഡാണ്. പള്ളിമുക്കിൽ നിന്ന് ആരംഭിക്കുന്ന റോഡ് ചിറ്റുമലയിലേക്ക് പോകുന്ന റോഡാണ്. പക്ഷേ ഇപ്പോൾ ഈ പ്രശ്നത്തിന് ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടായി ആ റോഡ് ഗതാഗത യോഗ്യമാക്കുക എന്നുള്ളതാണ് നമ്മുടെ മുന്നിലുള്ള ഒരു പ്രധാന അജണ്ട. നിർമ്മാണം ആരംഭിച്ചതിന് ശേഷം ഭയങ്കര പൊടിശല്യം കാരണം ആളുകൾക്ക് വലിയ ബുദ്ധിമുട്ടാണ്. കൊച്ചു കുട്ടികളൊക്കെ ഉണ്ട്, ആശുപത്രിയിലേക്ക് ആവുന്നു എന്നുള്ള പരാതി വരുന്നുണ്ട്. ഈ ശ്വാസമുട്ടലൊക്കെ ഉള്ളവർക്ക് അതിൻ്റെ പ്രയാസമുണ്ട്, ഇല്ലാത്തവർക്ക് ശ്വാസമുട്ടൽ ഉണ്ടാവുന്നുണ്ട്. അപ്പം അവരോട് അടിയന്തരമായി ചില കാര്യങ്ങൾ നിർദ്ദേശിച്ചിരുന്നു. ഒന്ന്, ഇപ്പോൾ അതിൻ്റെ ലെവൽസ് ഇന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആ സാങ്കേതിക കാര്യങ്ങളൊക്കെ വേഗം പൂർത്തിയാക്കിക്കൊണ്ട് ഇപ്പോൾ അവരുടെ പ്ലാന്റിൽ മെറ്റീരിയൽ എല്ലാം സ്റ്റോക്ക് ചെയ്ത് അവർക്ക് പ്ലാന്റ് ലഭ്യമാകുന്ന 21-ാം തീയതിയാണ്. എത്രയും വേഗം പ്ലാന്റിൽ മെറ്റീരിയൽ സ്റ്റോക്ക് ചെയ്ത് ആ പ്രവർത്തനങ്ങൾ ആരംഭിച്ച് ഒരു 10 ദിവസത്തിനുള്ളിൽ അതിന് മുൻപുള്ള നടപടിക്രമങ്ങൾ മുഴുവൻ പൂർത്തിയാക്കി ടാറിങ് ആരംഭിക്കാനുള്ള നിർദ്ദേശമാണ്, കർശനമായ നിർദ്ദേശമാണ് അവർക്ക് നൽകിയിരിക്കുന്നത്. ഫോക്സ് TV ന്യൂസ് ബ്യൂറോ, അഞ്ചൽ.